ഔഷധങ്ങൾക്കായി വന്നിട്ടുള്ളവർ നന്നായി ശ്രദ്ധിക്കുക. മഴക്കാലം തുടങ്ങി. മഴയെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ മാധ്യമലോകത്ത് സന്നിഹിതമാണ്. ആരോഗ്യ പ്രവർത്തകർ, ഭരണാധികാരികൾ എല്ലാം മഴയെ രോഗമാണെന്ന ബോധത്തിൽ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബോധം, ആ സങ്കല്പം തലയിൽ കയറിയിട്ടുള്ള പഠിപ്പുള്ളവർ മരുന്ന് വാങ്ങരുത്. ഒരു 20 കൊല്ലം മുമ്പ് വരെ കേരളീയർ ആഗ്രഹിച്ചിരുന്നതാണ് മഴ. കൃഷി മുഖ്യ ഉപജീവനമായിരുന്ന കേരളത്തിൽ കുടിവെള്ളം കാശ് കൊടുത്തു വാങ്ങിക്കാത്ത കേരളത്തിൽ മഴ മഹദനുഗ്രഹമായാണ് കണ്ടിരുന്നത്. അല്പം അപകടം നിറഞ്ഞ ആദ്യത്തെ മഴ പോലും നനഞ്ഞു സ്കൂളിൽ പോകുന്ന കുട്ടികളെയാണ് കണ്ടിരുന്നത്. മഴയത്ത് പാടത്തും പറമ്പിലും പണിയുന്ന സ്ത്രീ പുരുഷന്മാരെയാണ് കേരളം കാഴ്ചവെച്ചിരുന്നത്. മഴയെ ഒരു ശാപമായി കണ്ടിരുന്നില്ല. പർജന്യ സൂക്തം പറയുന്ന പോലെ സകല ജീവജാലങ്ങൾക്കും ആവശ്യമായ പോഷണ മൂല്യങ്ങളുമായി സൂര്യൻ ആദാന കാലത്ത് വലിച്ചെടുത്ത പോഷക ശക്തിയെ മുഴുവൻ സൂര്യ തേജസ്സോടുകൂടി ആവഹിച്ച് കൊണ്ടുവരുന്ന മഴയെയാണ് കേരളം ആരോഗ്യത്തിന്റെ അധിഷ്ഠാതാവായി സങ്കല്പിച്ചിട്ടുള്ളത്. ആദാനകാലവും വിസർഗകാലവും എന്ന് രണ്ടുള്ളതിൽ ആദാനകാലത്തിൽ മരങ്ങൾ ശോഷിച്ച്, സസ്യങ്ങൾ ശോഷിച്ച്, ഇലകൾക്ക് ബലമില്ലാതെ, ആഹാരം പാചകം ചെയ്യാനാവാതെ ശരീരമെല്ലാം മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ശോഷിച്ചു നിൽക്കുമ്പോൾ മഴ പൊടിയുന്നതോടുകൂടി ഊർജസ്വലമാകുന്ന പ്രകൃതി മുഴുവൻ നിൽക്കുമ്പോൾ വൈദ്യന്മാരില്ലാത്ത സസ്യങ്ങളും വൈദ്യന്മാർ ഇനിയും കടന്നു ചെന്നിട്ടില്ലാത്ത വനത്തിലെ മൃഗങ്ങളും മഴയെ ഉത്സാഹത്തിമിർപ്പോടെ കാണുകയും ആനന്ദിക്കുകയും ആരോഗ്യത്തിൻ്റെ പ്രതീകമായി വിചാരിക്കുകയും ചെയ്യുമ്പോൾ പഠിപ്പുള്ള മനുഷ്യൻ അവൻ്റെ കച്ചവട കണ്ണുകൊണ്ട് മഴക്കാലം രോഗത്തിൻ്റെതായി ചർച്ച ചെയ്ത് ചിന്തിച്ച് ഭയവും ഉത്കണ്ഠയും സന്ത്രാസവും മാനവ മനസ്സുകളിൽ എത്തിച്ച് ജീവിത നിർവഹണത്തിന് പറ്റാതാക്കി പനിയെ പ്രതീക്ഷിച്ച് പട്ടിപ്പനിയും പന്നിപ്പനിയും പശുപ്പനിയും സ്ത്രീപ്പനിയും പുരുഷപ്പനിയും വരെ പനിയായി കണ്ട് പനിയും ഛർദിയും വയറിളക്കവും മറ്റു മഹാരോഗങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു തലമുറയിൽപ്പെട്ട മഹാദ്രോഹികൾ മരുന്നിന് നിൽക്കരുത്. മനസ്സിലായോ എന്നറിയില്ല. പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. കച്ചവട കണ്ണുള്ള വൈദ്യശാസ്ത്രത്തിന്റെ ആഗമനത്തിന് മുമ്പ് മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നില്ല, ആരോഗ്യ പ്രവർത്തകർ ഇങ്ങനെ സംസാരിച്ചിരുന്നില്ല. ഭയവും സന്ത്രാസവും കൊണ്ട് അങ്കിതമായ കേരള ജനത മഴയുടെ ആഗമനത്തിൽ രോഗിയാകുമ്പോൾ തമിഴ്നാട്ടിലും ബീഹാറിലും വൈദ്യശാസ്ത്രം ഇങ്ങനെ പറയാത്തത് കൊണ്ട് അവർ ഇത്രയധികം രോഗങ്ങളിൽ പെടുന്നില്ല. പഠിപ്പുള്ള നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നതാണ് മഹാരോഗങ്ങൾ. അതുകൊണ്ട് ഉപദ്രവിക്കരുത്. തിരിച്ചുപോയി പനിച്ച് കിടക്കുക.
മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. മലയാളം മനസ്സിലാവുകയല്ലേ? മനസ്സിലായെങ്കിൽ നിങ്ങൾ ഏറ്റുപോകേണ്ട സമയമായി. ഒഴുക്കിന് അനുകൂലമായി നീന്തുന്നവനല്ല ഞാൻ. എന്നെ കാണാൻ വന്ന നിങ്ങളും ഒഴുക്കിന് അനുകൂലമായി നീന്തുന്നവരാവരുത്. കൈതല്ലിയായാലും ഒഴുക്കിനെതിരെ നീന്താൻ പഠിക്കണം. അതുകൊണ്ട് ബലമുണ്ടാവും. മഴയൊക്കെ മഹാനുഗ്രഹമാണ്. അത് പെയ്യട്ടെ. ചെറിയ പനികളൊക്കെ അനിവാര്യമാണ്. നമ്മുടെ വ്യാധി പ്രതിബന്ധകത്വ ബലത്തെയും വ്യാധി ക്ഷമത്വ ബലത്തെയും പരീക്ഷിക്കുവാൻ വരുന്ന പനികൾ വരട്ടെ. ഒരു പൊടിയരി കഞ്ഞിയും പപ്പടം ചുട്ടതും മതിയാവും. അതെല്ലാം ഉള്ള ഗുളികയെല്ലാം വേണ്ട. പപ്പടം ചുട്ടുകൂട്ടാൻ പപ്പടം കിട്ടിയില്ലെങ്കിൽ വീട്ടിലുള്ള ചുവന്ന മുളകൊരെണ്ണം എടുത്ത് അതിലെ അരി തല്ലിക്കളഞ്ഞ് ഒന്ന് തീക്കൽ കാണിച്ച് ചുട്ട് ആ പൊടിയരിക്കഞ്ഞിയിലേക്ക് കുടച്ച് ചൂടോടെ കോരി കോരി കുടിച്ചാൽ ഒന്ന് പേർക്കും പനി പോവും. ഗുളിക വാങ്ങിച്ച് കഴിച്ചാലും 7 ദിവസം കൊണ്ടുപോകും. കഴിച്ചില്ലെങ്കിലും 7 ദിവസം കൊണ്ടുപോകും. ഭയം വന്നിട്ടുണ്ടെങ്കിൽ പനി പോവില്ല, മറ്റനേകം രോഗങ്ങളായി മാറും. അതുകൊണ്ട് ഭയമുള്ളവർ ഇത് കേട്ട് പരിശീലിക്കരുത്. അവർ പോയുള്ള മരുന്നെല്ലാം വാങ്ങി കഴിക്കണം. എന്നിട്ട് ആമവാദം വരണം, മുട്ടിന് നീര് വരണം, കഴുത്തിന് നീര് വരണം, കണ്ടത്തിൽ മുഴ വരണം. എന്നിട്ട് അതിനെല്ലാം കീറിയും മുറിച്ചും ചികിത്സിക്കണം. അതിന് കീമോയും റേഡിയേഷനും ഒക്കെ എടുക്കണം. അങ്ങനെ നിരന്തരമായി കാശുള്ള നിങ്ങൾ ഉപകാരമായി തീർന്നാൽ മാത്രമേ ശാസ്ത്രം നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ മരിച്ചാലും ശാസ്ത്രം നിലനിൽക്കണം. Am I right? Am I right? നിങ്ങളല്ല ശാശ്വതമാകേണ്ടത്, നിങ്ങളുടെ മക്കളല്ല ശാശ്വതമാകേണ്ടത്, ശാസ്ത്രമാണ് ശാശ്വതമാകേണ്ടത്. ശാസ്ത്രവും ശാസ്ത്രകാരനും ശാസ്ത്രകാരൻ്റെ ധനവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ഉണ്ടായി മറയുന്നവരാണ്. കിഡ്നി പോയാലെന്ത്, തല പോയാലെന്ത്, നമുക്ക് മാറ്റിവെക്കാമെങ്കിൽ മാറ്റിവെക്കണം. നിങ്ങൾ മരിച്ചും ശാസ്ത്രത്തെ രക്ഷിക്കണം, ശാസ്ത്രകാരന്മാരെ രക്ഷിക്കണം, അവരുടെ മക്കളെ രക്ഷിക്കണം, പരമ്പരയെ നിലനിർത്തണം. നിങ്ങളൊക്കെ ഉണ്ടായി മരിക്കാൻ വന്നവരാണ്. അതിനെന്തിനാണ് നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത്? കയ്യിലേക്ക് കാശ് കൊടുക്കണം. പറഞ്ഞത് ശരിയല്ലെന്നുണ്ടോ? നിങ്ങളുടെ ഇരിപ്പാകപ്പാടെ ഭയപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പറ്റുന്നിടത്തോളം സൂപ്പർ സ്പെഷ്യാലിറ്റികളിലെത്തണം. എത്ര നഴ്സുമാർ, എത്ര കമ്പൗണ്ടർമാർ, അവിടെ വണ്ടി നോക്കാൻ തന്നെ എത്ര പേർ, എത്ര ഗേറ്റ് കീപ്പേഴ്സ്, എത്ര പേരുടെ തൊഴിലാണ്. നിങ്ങൾക്ക് രോഗം വന്നാൽ എന്ത്, തൊഴിൽ സാധ്യത കൂടുകയല്ലേ? മറക്കരുത്, നിങ്ങൾ രോഗികളാകണം. രോഗികളാകാനുള്ളതൊക്കെ വായിക്കണം. ആരോഗ്യമാസികയിലെ ഒരു വരി പോലും വിടരുത്. അതിൽ ഭയപ്പെടുത്തുന്ന ഭയം നിങ്ങളുടെ അന്ധക്കരണത്തിലേക്ക് ഇരച്ചു കയറണം. കാരണം കോട്ടും സൂട്ടും ഇട്ടവരാണ് എഴുതുന്നത്. അവർ ഭയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഭയക്കണം. അതിന് മാത്രമാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഭയന്ന് രോഗികളാകണം. അതുകൊണ്ട് ഭയം കൂടുതലായി വന്നില്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഇടിയും അടിയും വെട്ടും കുത്തുമുള്ള സീരിയലുകൾ മുഴുവൻ കാണണം. എന്നിട്ട് നിങ്ങൾ രോഗികളായിത്തീരണം. ഈ നാട് നന്നാകണമെങ്കിൽ തൊഴിൽ വേണം. തൊഴിലുണ്ടാകണമെങ്കിൽ നിങ്ങൾ രോഗികളാകണം. മറക്കരുത്. നിങ്ങൾ ചത്താലും അതൊരു ഉപകാരമാണ് ഉന്നതങ്ങളിൽ. പിന്നെ പോകാൻ പോകുമ്പോ
തീരുമാനിക്കണം. 2 കിഡ്നി എങ്ങനെ വന്നാലും 10 ലക്ഷം രൂപ വെച്ച് കിട്ടും. ഹൃദയം, അതിനും 50 ലക്ഷം 60 ലക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ണ് 2 എണ്ണം ചൂഴ്ന്നെടുത്താൽ ഒരുമാതിരി നല്ല വില കിട്ടും. മക്കൾക്ക് വേറൊന്നും സമ്പാദിച്ചില്ലെങ്കിലും ഇതൊക്കെ കൂടെ കൊടുക്കാമെന്ന് എഴുതി വെച്ചാൽ വലിയ കുഴപ്പമില്ലാതെ അവർ ജീവിച്ചോളും. ദാനമാണ്. ഇതിലൊക്കെ വിലയുണ്ട്. പുരുഷന്മാരാണെങ്കിൽ 2 വൃഷണങ്ങൾ 1.5 കോടി വെച്ചാൽ 3 കോടി രൂപ കിട്ടും. വയസ്സായാൽ ഇതുകൊണ്ട് വലിയ കാര്യവുമില്ല, കൊടുത്താൽ നല്ലതാ. അങ്ങനെ ഈ നാടൊക്കെ നന്നാക്കി ഒരുപാട് പേർക്ക് തൊഴിലും കൊടുത്ത് നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറായാലും വേണ്ടില്ല നാട് നന്നാകുന്നത് കണ്ട് സന്തോഷിച്ച് അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ട് മരണവും കാത്തു കിടന്ന് പോണം. അതിന് മഴയെ പേടിക്കണം, വെയിലിനെ പേടിക്കണം, മഞ്ഞിനെ പേടിക്കണം, പ്രകൃതിയെ എന്നും ഭയപ്പെടണം. പ്രകൃതിയോട് സമരസപ്പെടരുത്. പ്രകൃതി നിങ്ങളുടെ ശത്രുവാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നാ. നിങ്ങൾ കോട്ടും സൂട്ടും ഇടിപ്പിച്ച് ടൈയും ബൂട്ടും ഇട്ട് നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അവർ ചെറുപ്പം മുതൽ പേടിക്കണം. പേടിച്ചാൽ അവരുടെ ഹൃദയമിടിപ്പ് മാറും, അവർക്ക് ഹൃദ്രോഗമുണ്ടാവും. പേടിപ്പിച്ചാൽ അവരിൽ ഹിസ്റ്റമിൻ കൂടും, അവരിലേക്ക് ക്യാൻസർ ഇരച്ചു വരും, മഹാരോഗങ്ങൾ വരും. മഹാരോഗങ്ങൾ വന്നാൽ നിങ്ങൾ സമ്പാദിച്ച പണം, ഇൻഷുറൻസ് എല്ലാം എടുത്ത് ചെലവാക്കാം. അതൊക്കെ എടുത്ത് ചെലവാക്കുമ്പോൾ ഒരുപാട് പേര് മാന്യമായി ജീവിക്കും, നല്ല ഭക്ഷണം കഴിക്കും. നിങ്ങളെ കൊണ്ടുള്ള ഉപകാരം ചില്ലറയല്ല. ലോകത്തിന് ഉപകാരമാകുമാറ് മക്കളെ സൃഷ്ടിക്കുകയും രോഗികളാക്കുകയും നിരന്തരം ചികിത്സിക്കുകയും നിരന്തരം ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും കൊണ്ടു നടക്കുകയും വണ്ടിയും വള്ളവും ഉപയോഗിക്കുകയും അതിന് പെട്രോൾ ചെലവാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്റർനാഷണലായി നിങ്ങളെ കൊണ്ടുള്ള ഉപകാരമാണ്. പെട്രോൾ കുഴിച്ചെടുക്കുന്ന രാജ്യങ്ങൾക്ക് ഈ പണം അങ്ങോട്ട് ചെല്ലും. നിങ്ങൾ ഭയക്കാതിരുന്നാൽ, നിങ്ങൾ പ്രകൃതിയോടിണങ്ങിയാൽ, മര്യാദയ്ക്ക് ജീവിച്ചാൽ ലോകത്തിന് ഒരു ഉപകാരവും ഇല്ല. ദയവായി അത് ചെയ്യരുത്. രാവിലെ ഒരുമാതിരി ആവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് മരുന്ന് മേടിക്കാൻ വരുമ്പോൾ ആദ്യം ഭയം കളയുക. രോഗത്തിന്റെ പേരെന്തായാലും ഭയപ്പെടുത്തുന്നവരാരായിരുന്നാലും, അച്ഛനായാലും അമ്മയായാലും അവരിൽ നിന്ന് ഓടുക. ഭയപ്പെടുത്തുന്ന ബന്ധുക്കൾ കയറി വന്നാൽ അവിടെ എഴുതി വെക്കുക. അവൻ നിങ്ങൾ മരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവൻ വായിക്കാൻ ഇന്ന് ഞാൻ നാളെ നീ എന്ന് എഴുതി വെക്കുക. ഒരു നല്ല ബോർഡിൽ എഴുതിയിട്ട് മേശപ്പുറത്ത് വെച്ചേക്കുക. അവൻ വരുമ്പോൾ ഇതിലേക്ക് ചൂണ്ടിക്കാണിക്കുക. പിന്നെ അവൻ അധികം പറയില്ല, വിടും. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരു ബനിയൻ മേടിച്ചിട്ട് അതേല് നല്ലൊരു സ്റ്റിക്കർ തയ്ച്ചു വെക്കുക തുണിയുണ്ട്. ഇന്ന് ഞാൻ നാളെ നീ. അവൻ വിറയ്ക്കും. പിന്നെ അവൻ നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല. നീ എനിക്ക് മരുന്ന് തന്നു രോഗത്തിന്, നീ ഇതേ രോഗത്തിന് മരിക്കാൻ നാളെ പോവുകയാണ്. അവിടെ നീ എന്നെ ഭയപ്പെടുത്തരുത്. ഒരു ഭാവഗീതം പോലെ അവന്റെ മനസ്സിലേക്ക് അരച്ചു കയറിയാൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ എന്നെ കാണാനാണ് വന്നതെങ്കിൽ ഭയപ്പെടരുത്. മരണം ശാശ്വതമാണ്, എനിക്കും നിങ്ങൾക്കും. മരണം ഭയക്കാനുള്ളതല്ല. മരണത്തെ രോഗവുമായി കൂട്ടിക്കുഴയ്ക്കരുത്. നിശ്ചിത സമയത്ത് നിശ്ചയിച്ച പോലെ വരുന്ന മരണം ജീവിത നാടകത്തിലെ കോമാളിയാണ്. അത്രയും സുഖം തരുന്നത് വേറൊന്നില്ല. നമ്മുടെ കടങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതവും നമ്മളോടുള്ള വീട്ടുകാരുടെ സ്നേഹവും വെറുപ്പും സന്തോഷവും സന്താപവും എല്ലാം അസ്തമിക്കുന്ന ഒരു ദിനം ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ചുമന്നുകൊണ്ട് നടന്നവർ, നമുക്ക് ആഹാരം വെച്ച് തന്നവർ, നമ്മളെ പ്രശംസിച്ചവർ, നമ്മളെ ഉപദ്രവിച്ചവർ, നമ്മളെ നിന്ദിച്ചവർ,
ഇവരുടെ ഇടയിൽ നിന്ന് ഒന്ന് പോകണ്ടേ? അത് എങ്ങനെ പോയാലും വലിയ കുഴപ്പമില്ല, എപ്പോ പോയാലും കുഴപ്പമില്ല, പോക്ക് സുനിശ്ചിതമാണ്. അതുകൊണ്ട് രോഗികളായവർ മരണവുമായി രോഗത്തെ കൂട്ടിക്കുഴയ്ക്കരുത്. രോഗമില്ലാതെ 1000 മരണമാണ് നടക്കുന്നത്. രോഗം മാറണം, അതിന് ആഹാരം പഥ്യമായിരിക്കണം. അലുമിനിയം തുടങ്ങിയ പാത്രങ്ങൾ ഒഴിവാക്കുക, മൈദ മുതലായ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. നിത്യം കഴിക്കാവുന്ന ആഹാരം നന്നായി ബോധ്യപ്പെടുക. പഴനെല്ലിൻ്റെ അരി, ഗോതമ്പ്, യവം, റവ, ബാർലി, പടവലങ്ങ, വെള്ളരിക്ക, പഴയ കുമ്പളങ്ങ, ചീര, ബീൻസ്. തീർന്നു പട്ടിക. ചേമ്പും ചേനയും മറ്റതുമൊക്കെ സീസണലായി മാത്രം കഴിക്കുക. സ്റ്റോണും ഒക്കെ ഉണ്ടെങ്കിൽ ഇലക്കറികളും ചേനയും ചേമ്പും ഒന്നും കഴിക്കാതിരിക്കുക. ഷുഗർ ഉണ്ടെങ്കിൽ കിഴങ്ങുവർഗ്ഗങ്ങൾ തൊടാതിരിക്കുക. പുഴമത്സ്യം, മത്സ്യമാംസങ്ങൾ കഴിച്ചു ശീലിച്ചവർ ആയുർവേദ മരുന്ന് കഴിക്കുകയാണെങ്കിലും അവ വർജിക്കരുത്. അവ ഒഴിവാക്കിയാൽ ആരോഗ്യം പോകും. നിങ്ങൾ നിത്യം കഴിച്ച സാൽമ്യമുള്ള ഭക്ഷണം കഴിക്കണം. അച്ഛനും അമ്മയും കഴിച്ചതൊക്കെ കഴിക്കണം. സ്വാമി ആ മരുന്നെഴുതി തന്നു, അതുകൊണ്ട് വെജിറ്റേറിയൻ ആയിരിക്കും. സ്വാമി വെജിറ്റേറിയനാണ്. അത് എനിക്ക് വേണ്ടിയായതാ, നിങ്ങൾക്ക് വേണ്ടിയായതല്ല. അത് കണ്ട് അനുകരിച്ച് നിങ്ങളാരും വെജിറ്റേറിയൻ ആവരുത്. 2 കാരണങ്ങളാൽ. ഒന്ന്, നിങ്ങൾ വെജിറ്റേറിയൻ ആയാൽ നിങ്ങളിലെ വൈറ്റമിൻ B12 കുറയും, വൈറ്റമിൻ D ചിലപ്പോൾ കുറയും. പിന്നെ അവസാനം അതെല്ലാം കുത്തിവെച്ചും വെള്ളം വെച്ചും മാരകമാവും. അതുകൊണ്ട് വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ആടിൻ്റെ മാംസമോ താറാവിൻ്റെ മാംസമോ താറാവിൻ്റെ മുട്ടയോ പുഴമത്സ്യമോ ഒക്കെ കഴിക്കാം. കോഴി കഴിക്കരുത്, ബോയിലർ പ്രത്യേകിച്ച്. കെൻഡിക്കി ഫ്രൈഡ് ചിക്കനും യൂറോപ്യൻ ഫ്രൈഡ് ചിക്കനും തുടരുത്. അത് ചിക്കനല്ല. ഒരു കാരണം, നിങ്ങൾക്ക് ഈ രോഗം മൂർധന്യത്തിലെത്തുമെന്നുള്ളത് കൊണ്ടാണ് മത്സ്യമാംസങ്ങൾ, മാംസഭുക്കുകൾ വർജിക്കണ്ട എന്നുറപ്പിച്ചു പറഞ്ഞത്. 2, ഞങ്ങൾ വല്ല പച്ചക്കറിയൊക്കെ മേടിച്ച് കഴിക്കുന്നതിന് വില കൂടും. നിങ്ങളെല്ലാം കൂടി തിന്നാൻ തുടങ്ങിയ ദയവായി ഉപദ്രവിക്കരുത്. 6 കാളയും 4 പോത്തും 30 ആടും 3000 കോഴിയൊക്കെ തിന്നുന്നവർ അത്ര അളവിൽ പച്ചക്കറി മേടിക്കാൻ തുടങ്ങിയാൽ പിന്നൊരു വെണ്ടയ്ക്ക പോലും എന്നെ പോലുള്ളവർക്ക് കിട്ടുകയില്ല. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടാവുമെന്നറിയില്ല. ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടാവില്ല എന്ന് തന്നെയല്ല, ആകാശത്തിൽ പോകുന്നതിൽ വിമാനവും, ഭൂമിയിലൂടെ ഓടുന്നതിൽ കാറും ബസ്സും ലോറിയും ടിപ്പറും JCBയും, വെള്ളത്തിൽ ഓടുന്നതിൽ കപ്പലും ബോട്ടും ഒഴിച്ചുള്ള എല്ലാം തിന്നുന്ന നിങ്ങൾ, റൈറ്റ്? അത് തിന്നാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതും തിന്നാനെ വിളിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം നിർത്തി അങ്ങ് സൽഗുണ സമ്പന്നന്മാരാകുകയൊന്നും വേണ്ട. അനുകരിക്കരുതെന്ന് സാരം. സാൽമ്യം വന്നത് കഴിക്കണം. മുളപ്പിച്ച യാതൊന്നും രോഗികൾ കഴിക്കരുത്. മുളപ്പിച്ചത് കഴിക്കുമ്പോൾ നിങ്ങളുടെ വൈറ്റമിൻ E വർദ്ധിക്കും, വികാരം കൂടും, വികാരം രോഗത്തെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വീട്ടിലെ കാളയ്ക്ക് തടുക്കാൻ ശേഷിയില്ലാതെ വരുമ്പോഴും പശു കരയാതിരിക്കുമ്പോഴും മുളപ്പിച്ച വിത്തുകൾ കൊടുക്കും. അതുകൊണ്ട് മുളപ്പിച്ച വിത്തുകൾ യാതൊരു കാരണവശാലും രോഗികൾ കഴിക്കരുത് ഇവിടുത്തെ മരുന്ന് കഴിക്കുമ്പോൾ. ഒരു കാരണം അത്. 2, മുളപ്പിച്ച വിത്തുകളിൽ അണുകങ്ങൾ, ബാക്ടീരിയകൾ, അമീബകൾ, വൈറസുകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടും കഴിക്കരുത്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നല്ലോണം നോക്കണം. ഭക്ഷണം എങ്ങനെയൊക്കെ നോക്കിയാലും മനസ്സ് നന്നായിരിക്കണം രോഗം മാറണമെങ്കിൽ. അതിലാദ്യത്തേതാണ് ഭയം കളയണം. 2, ആരെയും ഹിംസിക്കരുത്. ഇന്നു മുതൽ ഇതുവരെ ചെയ്തു കൂട്ടിയ ഹിംസയ്ക്ക് പശ്ചാത്തപിക്കണം. രോഗമുണ്ടാകുന്നത് പൂർവകാലീനമായ പാപങ്ങളാലാണ്. അതുകൊണ്ട് പശ്ചാത്തപിക്കാതെ ഒരു രോഗവും മാറില്ല. രോഗം വന്നോ നന്നായി പശ്ചാത്തപിക്കുക.
നിങ്ങളുടെ മതപരമായ ആചാരം അനുസരിച്ച് പശ്ചാത്തപിച്ചാൽ ഉത്തമമാണ്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നല്ല പോലെ പശ്ചാത്തപിക്കണം. ഒരാളെപ്പോലും ഇനി ഹിംസിക്കില്ല എന്ന് തീരുമാനിക്കണം, കക്കില്ല എന്ന് തീരുമാനിക്കണം. നിങ്ങൾ കട്ടുകൂട്ടിയതെല്ലാമാണ് രോഗം, അത് തലച്ചോറിൽ കിടപ്പുണ്ട്. ഹിംസിക്കരുത്, കക്കരുത്. ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഇന്ന് മുതൽ അഴിമതിയൊക്കെ നിർത്തിക്കൊള്ളുക. ഏത് ക്യാൻസറും പോവും, ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ മരുന്നിനേക്കാൾ ശക്തി അതിനുണ്ട്. ഹിംസിക്കരുത്, കക്കരുത്. ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത്. വികാരശമനത്തിന് വിധിയാം വണ്ണം വിവാഹം കഴിച്ച ഭാര്യയിൽ അതിന് ഉദ്ദേശിച്ചിട്ടുള്ള അവയവങ്ങളിൽ മാത്രം ബന്ധപ്പെടുക. LGBT എല്ലാം ഉപേക്ഷിക്കുക. ലെസ്ബിയൻ, ഗൈ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡർ. പകരം മര്യാദാമസൃണമായി ജീവിക്കുക. ലൈംഗിക അരാജകത്വമെല്ലാം രോഗമാണ്. അതിനുള്ള സീരിയലുകൾ, സിനിമകൾ, കഥയല്ലത് ജീവിതം, ഈ കുന്ത്രണ്ട് ഒന്നും കാണാതിരിക്കുക. കാണുന്നുണ്ടെങ്കിൽ മരുന്ന് മേടിക്കാതിരിക്കുക. ചാകാറായി പിന്നെ എന്തിനാ ഈ മരുന്നും കൂടെ കൊണ്ടുവന്നു? നിങ്ങളെ കുഴിച്ചിരുന്ന കൂടെ എൻ്റെ മരുന്നുകൂടെ കുഴിച്ചിടണോ? ആ വിനോദം നിർത്തുക. 3 ശാരീരിക പാപങ്ങളരുത്, 4 വാചിക പാപങ്ങളരുത്. പൈശുനം, കുശുമ്പ് പറയരുത്, പരുഷമായി പറയരുത്, കെട്ടിച്ചമച്ച് പറയരുത്, അന്യർ കലഹിക്കുമാറ് പറയരുത്. 4 വാചിക പാപങ്ങൾ ഇന്നു മുതലരുത്. ചെയ്തു കൂട്ടിയതിനെല്ലാം പശ്ചാത്തപിക്കണം. 3 മാനസിക പാപങ്ങളരുത്. വ്യാപാദം, അന്യനാപത്ത് വരാൻ ആഗ്രഹിക്കരുത്. അഭിധ്യ, ദുരാശയുണ്ടാവരുത്. ഇന്നു മുതലൊരു വസ്തു വാങ്ങിച്ചാൽ അത് ആവശ്യത്തിനായിരിക്കണം. വീട്ടിൽ ഇന്നോളം വാങ്ങിച്ചു കൂട്ടിയ ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളെല്ലാം രോഗമാണെന്നറിഞ്ഞൊഴിവാക്കണം. ദൃഗ്വിപര്യമുണ്ടാവരുത്. എന്ത് സംഭവിച്ചാലും എല്ലാം നല്ലതിനെ വരുമെന്ന് വളരെ ധനാത്മകമായി ചിന്തിക്കണം. റോബസ്റ്റ് ഓപ്റ്റിമിസം അത് കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഔഷധമാണ്. ഇത്രയും തയ്യാറാണെങ്കിലേ ഇതിനകത്തിരിക്കാവൂ. ഇല്ലേ വന്ന വണ്ടി 50-ലാണ് വന്നതെങ്കിൽ 60-ൽ വിട്ടോണം. ഒരുമാതിരി പറഞ്ഞു തരേണ്ടതൊക്കെ പറഞ്ഞു തന്നൊന്നാണ് എനിക്ക് തോന്നുന്നു. ഏത് രോഗവും ഏതവസ്ഥയിലും രോഗിയുടെ മനസ്സ് വിചാരിച്ചാൽ മാറും. അധ്യാപകർ, വക്കീലന്മാർ, സന്യാസിമാർ, മനഃശാസ്ത്രം പഠിച്ചവർ, യുക്തിവാദികൾ, ഇവരൊക്കെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. സൂക്ഷിക്കുക. നിങ്ങളെ ചികിത്സിച്ച് ഫലവത്താക്കാൻ പ്രയാസമാണ്. പറഞ്ഞ മനസ്സിലായോ എന്നറിയില്ല. കാരണം അവരെപ്പോൾ ചിന്തിച്ചാലും നെഗറ്റീവേ ചിന്തിക്കൂ. അങ്ങനെയുള്ള ആളുകൾ ആദ്യം മാറിയിരുന്ന് എൻ്റെ ചിന്ത മാറുമോ എന്ന് നോക്കിയിട്ട് മരുന്ന് വാങ്ങിച്ചാൽ അവരെ കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസം. ഈ മരുന്ന് കഴിച്ചാൽ എങ്ങനെയാണ്, ഇത് കഴിച്ചാൽ അങ്ങനെയുണ്ടോ, ഇത് കഴിഞ്ഞത് നാട്ടുകാരോടൊക്കെ ചോദിച്ച് ഒരുപാട് ബഹളവും വെച്ച് മരുന്ന് ഷോക്കേസിൽ വെച്ച് വരുന്നവരെയൊക്കെ പൊക്കിക്കാണിച്ച് അവസാനം അതിനെക്കുറിച്ചുള്ള ചർച്ചയും ബഹളവുമായി പോകുന്ന ആളുകൾ ചികിത്സയ്ക്ക് വന്നവരല്ല. ദയവായി അവർ നിൽക്കരുത്. മരുന്ന് കളിക്കാനുള്ളതല്ല. വേണോ, ചികിത്സിക്കണോ, രോഗം മാറണോ, നല്ലപോലെ ആലോചിച്ചിട്ട് മേടിച്ചാൽ മതി. കുറേ രോഗികളെ ഗിനിപ്പന്നിയെപ്പോലെ കൊണ്ടുവന്നിരിക്കുന്ന കുറേ ബന്ധുക്കളും ഉണ്ടാവും. ഇവൻ്റെ മാറുമോ എന്ന് അറിഞ്ഞിട്ട് വേണം എനിക്കൊരു മരുന്ന് വാങ്ങിക്കാൻ. മനസ്സിലായില്ല? എൻ്റെ രോഗത്തിന് ഇന്ന് കാണിക്കുന്നില്ല, അടുത്ത മാസത്തിൽ നോക്കാം, ഇവനൊന്ന് കഴിക്കട്ടെ. അങ്ങനെയുള്ള ഗിനിപ്പന്നിയെ, വാലില്ലാത്തതിനെ എല്ലാം ആദ്യം വിടണം. ക്ലിയർ? ക്ലിയർ? ഒരുമാതിരി ആയെന്ന് തോന്നുന്നു അല്ലേ?
പോകാനുള്ളതൊക്കെ ഒരുമാതിരി പറഞ്ഞു എന്ന് തോന്നും. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, അല്ല സ്വാമി ഈ മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് ഗ്യാരണ്ടി ഉണ്ട്. എൻ്റെ ജീവിതത്തിന് ഗ്യാരണ്ടി ഇല്ല, പിന്നെയാണ് ഗ്യാരണ്ടി. അതുകൊണ്ട് അതൊന്നും ചോദിച്ച് നേരം കളയും. ആവശ്യമുള്ള ചോദ്യമൊക്കെ ചോദിക്കാം. ചില ആളുകളുണ്ട് വന്നിട്ട്, സ്വാമി ഇതിന് ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ ഉണ്ടോ? ഇത് കഴിച്ചാൽ ഒരു ഗ്യാരണ്ടി ഇല്ല, കാരണം ഞാൻ എപ്പോഴാണ് പോകുന്നതെന്നുള്ള കാര്യം എനിക്ക് ഗ്യാരണ്ടി ഇല്ല. വന്നു, ഇവിടെ ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് ഈ പണിയൊക്കെ ചെയ്യുന്നു. പോകുമ്പോൾ സന്തോഷമായി പോകണമെന്ന് നിർബന്ധമുണ്ട്. വരുന്നതിനേക്കാൾ സന്തോഷമായിരിക്കണം പോകുന്നത്, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചായിരിക്കണം പോകുന്നത് എന്ന ഉദ്ദേശമേ ഉള്ളൂ. പോകുമ്പോൾ ആരും കരഞ്ഞു പോകരുത് എന്നൊരു നിർബന്ധമേ ഉള്ളൂ. നടക്കുമോയെന്നറിയില്ല, അതും അങ്ങേര് തീരുമാനിച്ചാലേ നടക്കുകയുള്ളൂ, വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അത്ര അറിവില്ലാത്തയാളാണ് ഞാൻ. ആലോചിച്ചിട്ട് നിന്നാൽ മതി. രോഗം ഞാൻ നിങ്ങളുടെ നക്കിയെടുക്കുകയില്ല, നുള്ളിയെടുക്കുകയില്ല, മുത്തിയെടുക്കുകയില്ല, കെട്ടിപ്പിടിച്ചെടുക്കുകയില്ല, തലേക്കാൽ വെച്ചെടുക്കുകയില്ല, വെള്ളം കുടഞ്ഞെടുക്കുകയില്ല. ഒരത്ഭുതവും എനിക്കില്ല. അതെനിക്കാണ് അറിയുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ വിട്ടോണം. സ്വാമിയെ കണ്ടാൽ മതി, സ്വാമി ഒന്ന് മൂളിയാൽ മതി, സ്വാമി ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഒന്നും മാറുകയില്ല. ഇത് ദൈവാനുഗ്രഹം കൊണ്ടേ മാറുള്ളൂ. തെറ്റിദ്ധാരണകളൊന്നും വെച്ച് പുലർത്തണ്ട. അതിൻ്റെ കച്ചവടക്കാരനല്ല ഞാൻ. ക്ലിയർ? ക്ലിയർ? പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുവെന്നാണ് ചുരുങ്ങിയ സമയത്തിൽ എൻ്റെ ധാരണ. ട്രൂ? ഇനി നിങ്ങൾക്ക് ആലോചിക്കാം, എന്നിട്ട് കയറി വരാം. ശരിയെന്നാണ്.